അപ്പോൾ ഇന്നൊരു ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കി നോക്കിയാലോ. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ പൂച്ചമുത്താണ്. ഇതിനെ പൂച്ചമുത്ത്, കൊന്തമുത്ത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ നാര് പോലെ കാണും. അത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. അതിന് കൂർത്ത എന്തെങ്കിലും സംഭവം വെച്ചിട്ടോ പിന്നൊക്കെ കൊണ്ട് കുത്തിയാൽ ഇത് നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിന് പൂച്ചമുത്ത് എന്താ പേര് വന്നതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. കൊന്തമുത്ത് എന്ന് പറയുന്നതിൽ കാര്യമുണ്ട്. കാര്യം കൊന്ത ഉണ്ടാക്കുന്ന മുത്തിന്റെ ഷേപ്പൊക്കെ ഉണ്ടല്ലോ ഇതിന്. എന്നിട്ട് സാധാരണ നമ്മൾ ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, പ്രത്യേകിച്ചിട്ട് പണിയൊന്നുമില്ല. അതിന് ഗിയർ വയർ എടുത്തിട്ട് പൂച്ചമുത്ത് കോർത്ത് കൊടുത്തിട്ട് രണ്ട് സൈഡിലും കൂടി ഗോൾഡൻ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ബീഡ്സ് ലോക്ക് ഇട്ട് കൊടുത്ത് ലോക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ റൗണ്ടിൽ 5 പൂച്ചമുത്ത് ഇട്ട് കൊടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എനിക്ക് കുറേ നല്ല ഓർമ്മകളുള്ള ഒരു സംഭവമാണ് നമ്മുടെ പൂച്ചമുത്ത് എന്ന് പറയുന്നത്. കാര്യം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇത് മാല കോർത്തും കയ്യിലെ ചെയിനായിട്ടും കമ്മലൊക്കെ ഉണ്ടാക്കി ഇടാറുണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഇത് കണ്ടപ്പോൾ എനിക്ക് മാല ആക്കണമെന്ന ആഗ്രഹത്തിൽ പറിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് ഇൻവിസിബിൾ ചെയിൻ ആയതുകൊണ്ട് അത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ 2 ടൈപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു സിംഗിൾ പൂച്ചമുത്ത് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിംഗിൾ പൂച്ചമുത്ത് കൊണ്ട് ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാക്കുന്നത്. കാര്യം പൂച്ചമുത്ത് പറിക്കാനായിട്ട് എൻ്റെ കൂടെ സഹായികൾ ഉണ്ടായിരുന്നതുകൊണ്ടേ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള വാക്കിൻ്റെ പുറത്താണ് എനിക്ക് പറിച്ചു തന്നത്. അതുകൊണ്ട് എൻ്റെ ചേച്ചിക്കാണ് ഞാൻ ഫസ്റ്റ് ടൈം സിംഗിളായിട്ട് ഉണ്ടാക്കി കൊടുത്തത്. കാര്യം ആൾക്ക് സിംഗിൾ മതിയെന്ന് പറഞ്ഞുകൊണ്ട് അതാണ് ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഭംഗി നമ്മുടെ സിംഗിളാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ